അയൽക്കാർക്കോ പരിചയക്കാർക്കോ നിങ്ങളുടെ വസ്തുവിലൂടെയോ വഴിയിലൂടെയോ നടക്കാൻ നിങ്ങൾ അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. എന്റെ അയൽക്കാരന് എന്റെ വസ്തുവിലൂടെ നടക്കുന്നതിനുള്ള താൽക്കാലിക അവകാശം ഞാൻ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ എന്റെ വസ്തുവിനെ അതിര് തിരിച്ച് മതിൽ കെട്ടുന്ന സമയത്ത് അതേ അയൽക്കാരൻ തന്നെ വന്ന് പറയുന്നു, ഇത് എന്റെ വഴിയാണ്, ഇവിടെ നിങ്ങൾക്ക് മതിൽ കെട്ടാൻ കഴിയില്ലെന്ന്. ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് നിയമപരമായി എന്ത് ചെയ്യാൻ കഴിയും? പ്രധാനമായും രണ്ട് രീതിയിലാണ് അയൽക്കാരന് നിങ്ങളുടെ വഴിയിൽ മേൽ അവകാശം പറയാൻ കഴിയുന്നത്. ഒന്നാമതായി ഗ്രാന്റ്, അതായത് രേഖാമൂലം ഏതെങ്കിലും ഒരു രജിസ്റ്റേർഡ് എഗ്രിമെന്റോ ഡീഡോ വഴി അയൽക്കാരന് ഈ വഴിയിലൂടെ നടക്കുന്നതിനുള്ള അവകാശം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാന്റ് ഉപയോഗിച്ചുകൊണ്ട് അയൽക്കാരന് വഴിയിലൂടെ സ്വാതന്ത്ര്യത്തോടു കൂടി തന്നെ സഞ്ചരിക്കാൻ കഴിയും. അങ്ങനെ അല്ലെങ്കിൽ ദീർഘകാല ഉപയോഗത്തിലൂടെയും അയൽക്കാരന് നിങ്ങളുടെ വഴിയിൽ അവകാശം ലഭിക്കും. ഇന്ത്യൻ ഈസ്മെന്റ് ആക്ട് 1882 അനുസരിച്ച് നിങ്ങളുടെ വസ്തുവിലൂടെ 20 വർഷത്തിലധികമായി അയൽക്കാരൻ സ്വാതന്ത്ര്യത്തോടെ യാത്ര ചെയ്യുന്നുണ്ട് എങ്കിൽ അയാൾക്ക് ആ വസ്തുവിന്മേൽ ഈസ്മെന്റ് റൈറ്റ് കിട്ടും. അതായത് ആ വഴി തുടർന്നും ഉപയോഗിക്കുന്നതിനുള്ള അനുവാദം ലഭിക്കും. 20 വർഷമായി നിങ്ങളുടെ വഴിയിലൂടെ യാത്ര ചെയ്യുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് അയൽക്കാരന് ഒരിക്കലും ഈസ്മെന്റ് റൈറ്റ് കിട്ടില്ല. അതിനായി കോടതി ചില മാനദണ്ഡങ്ങൾ കൂടി പരിഗണിക്കും. അതായത് അയൽക്കാരന് മറ്റു വഴികളുണ്ടോ, നിങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടോ ആണ് അയൽക്കാരൻ ഈ വസ്തു ഉപയോഗിക്കാൻ ശ്രമിക്കുന്നതെങ്കിലും മനഃപൂർവ്വം നിങ്ങളെ ചതിച്ചോ വഞ്ചിച്ചോ നിങ്ങളിൽ നിന്നും ആ വസ്തു തട്ടിയെടുക്കുന്നതിനുള്ള അയൽക്കാരന്റെ ശ്രമമാണോ ഇത്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഈസ്മെന്റ് റൈറ്റ് കോടതി അനുവദിക്കുകയുള്ളൂ. ഈ രീതിയിൽ നിങ്ങളുടെ വഴിയോ വസ്തുവോ അയൽക്കാരൻ ഉപയോഗിക്കുന്ന പക്ഷം നിങ്ങളും അയൽക്കാരനും ചേർന്ന് ഒരു റിട്ടേൺ ഡോക്യുമെന്റ് ഉണ്ടാക്കണം. നിങ്ങളുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് അയൽക്കാരൻ ഈ വഴി ഉപയോഗിക്കുന്നതെന്നും അയൽക്കാരന് ഈ വഴിയിലോ വസ്തുവിലോ യാതൊരു അവകാശവുമില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ടായിരിക്കണം ഈ ഡോക്യുമെന്റ് ഉണ്ടാക്കേണ്ടത്. മാത്രവുമല്ല, ഭാവിയിൽ ഈ വഴി ഉപയോഗിക്കണമെങ്കിൽ അത് ലൈസൻസ് അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കുമെന്ന് ഈ ഡോക്യുമെന്റിൽ വ്യക്തമാക്കുകയും വേണം. കാരണം നിങ്ങളുടെ അയൽക്കാരന് ഒരുപക്ഷെ ഈസ്മെന്റ് റൈറ്റ് ലഭിച്ചാൽ ആ വസ്തു വിറ്റാൽ പോലും പുതുതായി വസ്തു വാങ്ങിക്കുന്ന ആളിന് ഈസ്മെന്റ് റൈറ്റ് കൂടി കൈമാറി ലഭിക്കും. പക്ഷെ ലൈസൻസ് അങ്ങനെയല്ല. പ്രോബ്ലം ഒരു രീതിയിലും സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം നിങ്ങൾ ഒരു സിവിൽ ലോയറിനെ കണ്ട് ലീഗൽ പ്രൊസീജിയേഴ്സ് എടുക്കേണ്ടതായി വരും. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കണം, നിങ്ങളുടെ അശ്രദ്ധ മൂലം നിങ്ങൾക്ക് അവകാശപ്പെട്ട നിങ്ങളുടെ വസ്തുവും വഴിയുമൊന്നും മറ്റൊരാളുടേതുമാകാൻ ഒരിക്കലും അനുവദിക്കരുത്. കാരണം ഒരുപക്ഷെ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ അവകാശികളായിരിക്കും ഈ കുരുക്കിൽ പെട്ടുപോകുന്നത്. സോ നിങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ മറ്റാരെങ്കിലും വഴി നടക്കുകയോ സ്ഥിരമായി സ്വാതന്ത്ര്യത്തോടു കൂടി ആ വഴി ഉപയോഗിക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ തീർച്ചയായും ഒരു ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടാക്കുകയോ അവരെ ആ വഴിയിലൂടെ നടക്കാൻ അനുവദിക്കാതിരിക്കുകയോ ചെയ്യുക. ഈ വിഷയത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ.